നമുക്ക് ആരാധനയ്ക്കായിട്ട് ഒരുങ്ങാം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗ്ഗീയ നല്ല പിതാവേ, ഇന്ന് അവിടുത്തെ തിരുസന്നിധിയിലേക്ക് അടുത്തു വരുന്നതിനും അങ്ങേ ആരാധിക്കുന്നതിനുള്ള അവസരത്തിനായിട്ട് സ്തോത്രം. അവിടുത്തെ ശരീരങ്ങളെ കൈക്കൊണ്ട് അവിടുത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ നിറയപ്പെടുന്നതായിട്ടുള്ള അനുഭവം കഥാവേ ഞങ്ങളായിരിക്കുന്ന ഇടങ്ങൾ ലഭിക്കാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണം. ഇന്നത്തെ ഞങ്ങളുടെ ശുശ്രൂഷയിൽ അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുമാറാകണം. യേശുവിൻ തിരുനാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവനാമമഹത്വത്തിനായിട്ട് ജ്ഞാനകീർത്തനങ്ങൾ 25-ാമത്തെ കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. ജ്ഞാനകീർത്തനം 25. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകലാഗ്രഹങ്ങളും അറിയപ്പെട്ടവയും നിന്നെ രഹസ്യങ്ങളൊന്നും അറിവില്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിപ്പാനും നിന്റെ പരിശുദ്ധനാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും നിന്റെ പരിശുദ്ധാത്മാവിന്റെ വിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിന്നെ നിരകർത്താവായ യേശുക്രിസ്തു മൂലം വെടിപ്പാക്കേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവസമാധാനം ഉണ്ടാകട്ടെ. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ വന്ദിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ വലിയ മഹത്വത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഏകജാതനായ പുത്രനായ യേശുക്രിസ്തു കർത്താവേ, കർത്താവായ ദൈവമേ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നവനെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവായ ദൈവത്തിന് വലുതാതിരിക്കുന്നവനെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നീ മാത്രം കർത്താവ്, മശിഹായ നീ മാത്രം പരിശുദ്ധാത്മാരോടുകൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ മഹോന്നതനാകുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അരുളി ചെയ്തിരിക്കുന്നത് ഇസ്രായേലുകൾക്ക്, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവാകുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തതിനോട് സമാധാനം, നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായ വേറെ കൽപ്പനയുമില്ല.
ഈ രണ്ട് കൽപ്പനകളിൽ സ്ഥലനായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. പ്രിയരെ, ദൈവത്തിന്റെ ഏറ്റവും പരിശുദ്ധാവചനം കേൾപ്പാനും കർത്താവിന്റെ ശരീരരക്തങ്ങളെ കൈക്കൊള്ളുവാനും നാം ഒരുമിച്ച് വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും അമങ്കിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് നേരായും താല്പര്യമായും മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ കൂട്ടുകാരോട് പ്രിയവും സ്നേഹവുമായിരുന്ന് ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ടും മേലാലവൻ്റെ വിശുദ്ധ വഴികളിൽ കൂടി നടന്നുകൊണ്ടും പുതിയ ജീവിതം നയിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം അവനോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുവിൻ. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ ഞങ്ങൾ പ്രകാശിക്കുന്നത് ഞങ്ങൾ കർത്താവെങ്കിലും ഞങ്ങളോട് തന്നെ ഉണ്ടാകണമേ. ക്ഷമിക്കണമേ, നിങ്ങളുടെ പരിശുദ്ധമാകണമേ, ഞങ്ങൾ സാക്ഷികളെ ഉണർത്തണമേ, മറ്റുള്ളവരോട് നൽകണമെന്ന് ഞങ്ങൾ കർത്താവായ യേശു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. സത്യമായ ക്രിസ്തുവിൽ കൂടെ തങ്ങളിലേക്ക് തിരിയുന്നെല്ലാവരുമുള്ള ദൈവത്തിൻ്റെ കൃപാമൊഴി കേൾപ്പീൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്നവനെ നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് പിതാവിൻ്റെ അടുക്കൽ ഉണ്ട്. അവൻ നിങ്ങളുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു. മനഃപൂർവമായ മാനസാന്തരത്തോടും സത്യവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരികെയും തങ്ങളുടെ സഹോദരർ ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തന്റെ മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നിങ്ങളോട് കരുണയുണ്ടായി നിങ്ങളുടെ സകല പാപങ്ങളെയും ക്ഷമിച്ച് അവയിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിങ്ങളെ നിത്യജീവങ്ങളിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പെന്തക്കോസ്ത് ഞായറാഴ്ചത്തേക്കുള്ള പ്രത്യേകമായ അപേക്ഷകളും പാഠങ്ങളും. പരിശുദ്ധാത്മാവേ, വന്ന സർവ സൃഷ്ടിയെയും ബുദ്ധിക്കണമേ. സർവ സൃഷ്ടിമേലും നവജീവൻ നൽകുകയും അഗ്നിനാവാൽ ദിവ്യാത്മാവിനെ പകർന്ന വിശ്വാസ സമൂഹത്തെ ദിവ്യജ്ഞാനത്താൽ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ജീവന്റെ ഉറവിടമായ ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിനാൽ വ്യാപരിക്കുന്ന ക്രിസ്തു സ്നേഹത്തിൽ സർവ സൃഷ്ടിയെയും നിരപ്പിന്റെ അനുഭവത്തിലേക്ക് നയിക്കണമെന്ന് നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായ കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശുക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. ഒന്നാമത്തെ പാഠഭാഗം നമുക്ക് വായിച്ച് കേൾക്കാം. കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പഴയ നിയമ വേദഭാഗം എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 24 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 24 മുതൽ 36 വരെ. ഞാൻ നിങ്ങളുടെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് നിങ്ങൾ പാർക്കും. നിങ്ങളെനിക്ക് ജനമായും
ഞാൻ നിങ്ങൾക്ക് ദൈവമായി ഇരിക്കും. ഞാൻ നിങ്ങളുടെ സകല മലിനതകളും നീക്കി നിങ്ങളെ രക്ഷിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ക്ഷാമം വരുത്താതെ ധാന്യം വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കും. നിങ്ങൾ ഇനിമേൽ ജാതികളുടെ ഇടയിൽ ക്ഷാമത്തിൻ്റെ നിന്ന് അനുഭവിക്കാതിരിക്കേണ്ടതിന് ഞാൻ വൃക്ഷങ്ങളുടെ ഫലവും നിലത്തിൻ്റെ വിളവും വർദ്ധിപ്പിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദുർമാർഗങ്ങളെയും നന്നല്ലാത്ത പ്രവൃത്തികളെയും ഓർത്ത് നിങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തവും ക്ലേശതകൾ നിമിത്തവും നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും. നിങ്ങളുടെ നിമിത്തമല്ല ഞാനിത് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിരിക്കട്ടെ എന്ന് യഹോവ കർത്താവ് അരുളി ചെയ്യുന്നു. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങളുടെ നടപ്പ് നിമിത്തം ലജ്ജിച്ച് നാണിപ്പീൻ. യഹോവ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കുന്ന നാളിൽ നിങ്ങളുടെ പട്ടണങ്ങളിൽ ഞാൻ ആളെ പാർപ്പിക്കും. ശൂന്യസ്ഥലങ്ങളെ പണിയും. വഴിപോകുന്ന ഏവരുടെയും കാഴ്ചയ്ക്ക് ശൂന്യമായി കിടന്നിരുന്ന പ്രദേശത്ത് കൃഷി നടക്കും. ശൂന്യമായി കിടന്നിരുന്ന ദേശം ഏദൻ തോട്ടം പോലെയായി തീർന്നുവല്ലോ. പാഴും ശൂന്യവുമായി ഇടിഞ്ഞു കിടന്നിരുന്ന പട്ടണങ്ങൾ ഉറപ്പും നിവാസികളുമുള്ളവ ആയിത്തീരുന്നുവല്ലോ എന്ന് അവർ പറയും. ഇടിഞ്ഞു കിടന്നൊരു പട്ടണങ്ങളെ യഹോവയായ ഞാൻ പണിത് ശൂന്യപ്രദേശത്ത് നടുതല വെച്ചുണ്ടാക്കി എന്ന് നിങ്ങളുടെ ചുറ്റും ശേഷിച്ചിരിക്കുന്ന ജാതികൾ അന്ന് അറിയും. യഹോവയെ ഞാൻ അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ നിവർത്തിക്കുകയും ചെയ്യും. ഇങ്ങനെയുടെ പഴയ വേദഭാഗം അവസാനിക്കുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇന്നത്തേക്കുള്ള പ്രത്യേകമായുള്ള സങ്കീർത്തനം വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. 29ാമത്തെ സങ്കീർത്തനം. കാലത്തേക്ക് നിശ്ചയിച്ചിരുന്ന പ്രത്യേക സങ്കീർത്തനം സങ്കീർത്തനം 29ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായിരിക്കാം. ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ. യഹോവയ്ക്ക് ഒരു നാമത്തിന് മഹത്വം കൊടുപ്പീൻ. യഹോവയെ നമസ്കരിപ്പീൻ. യഹോവയുടെ ശബ്ദം വെള്ളത്തിന് മീതെ മുഴങ്ങുന്നു. പെരുവെള്ളത്തിന് മീതെ യഹോവ മഹത്വത്തിന്റെ ദൈവം തന്നെ ഇടിമുഴക്കുന്നു. യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു. യഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു. യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു. യഹോവ ലെബാനോനിലെ ദേവദാരുക്കളെ തകർക്കുന്നു. അവരവയെ കാളക്കുട്ടിയെ പോലെയും ലെബാനോനെയും ശീലോനെ പോലെയും കാട്ടുപോത്തിൻകുട്ടിയെ പോലെയും തുള്ളിക്കുന്നു. യഹോവയുടെ ശബ്ദം അഗ്നിജാലുകളെ ചിന്തിക്കുന്നു. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടക്കുന്നു. യഹോവ കാദേശ് മരുവിനെ നടക്കുന്നു. യഹോവയുടെ ശബ്ദം മാൻപേരുകളെ പ്രസവിക്കുമാറാക്കുന്നു. അത് വനങ്ങളെ തൊടിയിരിക്കുന്നു. അവന്റെ മന്ദിരത്തിൽ സകല മഹത്വം എന്ന് ചൊല്ലുന്നു. യഹോവ ജനങ്ങളുടെ ജിമ്മയിലിരുന്നു. യഹോവ എന്നേക്ക് രാജാവായിരിക്കുന്നു. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ തന്റെ ജനത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദിയിൽ എപ്പോഴും പ്രകാരം തന്നെ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. രണ്ടാമത്തെ പാഠം നമുക്ക് വായിച്ചു. ഇന്ന് കാലത്തേക്ക് നിശ്ചയിക്കുന്ന രണ്ടാം പാഠം വേദഭാഗം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2-ാം അധ്യായം 1 മുതൽ 13 വരെ. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2-ാം അധ്യായം 1 മുതൽ 13 വരെ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചുകൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റിരിക്കുന്ന പോലെ ആകാശം ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജാല പോലെ തുറന്നിരുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും യെരൂശലേമിൽ വന്ന് പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. ഈ മുഴക്കം ഉണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി. ഓരോരുത്തരും തന്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്ന് പോയി. എല്ലാവരും ഭ്രമിച്ചു ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാരല്ലയോ? പിന്നെ നാം ഓരോരുത്തരും ധരിച്ച് നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ചു കേൾക്കുന്നത് എങ്ങനെ? ഫെലിസ്ത്യരും എലാമ്യരും മെസൊപ്പൊത്താമ്യയിലും യഹൂദയിലും കപ്പദോക്യയിലും പെന്തോസിലും ആസ്യയിലും മിസ്രയിലും അഫ്രിക്കയിലും ഇസ്രയേലിലും കുറേനേക്കും ചേർന്ന് പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്ന് പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മതാനുസാരികളും ഗ്രേസ്യരും അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകൾ അവർ ദൈവത്തിന്റെ വൻകാര്യങ്ങൾ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നത് എന്ന് പറഞ്ഞു. എല്ലാവരും ഭ്രമിച്ചു ചഞ്ചലിച്ചു. ഇത് എന്തായിരിക്കുമെന്ന് തമ്മിൽ പറഞ്ഞു. ഇവർ പുതുമീഞ്ഞ് കുടിച്ചിരിക്കുമെന്ന് മറ്റു ചിലർ പരിവേഷിച്ചു പറഞ്ഞു. ഇതിലൂടെ 2-ാം പാഠകാലമാണ് അവസാനിച്ചത്. ദൈവമേ നിനക്ക് സ്തോത്രം ഉണ്ടാകട്ടെ.
സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 23 വരെയുള്ള ദൈവവചനങ്ങളെ കേൾപ്പീൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 23 വരെയുള്ള ദൈവവചനങ്ങൾ. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കുമ്പോൾ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം, പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾക്ക് മോചനം നൽകാതിരിക്കുന്നുവോ മോചിക്കപ്പെടാതിരിക്കുന്നു എന്ന് പറഞ്ഞു. നാം വായിച്ചു കേട്ടത് ക്രിസ്തുവിൻ്റെ സുവിശേഷം ആകുന്നു. ദൈവവചന കേൾവിക്ക് വേണ്ടി നമ്മെ തന്നെ ഒരുക്കുന്നതിനായി ജ്ഞാനകീർത്തനങ്ങൾ 188-ാമത്തെ കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. കീർത്തനം 188. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങളെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. ഇന്ന് സഭയായി പെന്തക്കോസ്ത് ഞായറാഴ്ചയായി നാം പ്രത്യേകമായി ആചരിക്കുകയാണ്. പെന്തക്കോസ്ത് ഞായറാഴ്ച ദൈവം തൻ്റെ ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ചതിനെ പ്രത്യേകമായി ഓർമ്മിക്കുന്നതായിട്ടുള്ള ദിവസം. പെന്തക്കോസ്റ്റ് എന്നുള്ളത് വാക്കിൻ്റെ അർത്ഥം 50-ാമത് ദിവസം എന്നുള്ളതാണ്. ഇതിൻ്റെ പ്രത്യേകതകൾ പലതുണ്ട്. യഹൂദന്മാരെ സംബന്ധിച്ച് അവരുടെ ഒരു പ്രധാന ഉത്സവമായിരുന്നു ഈ പെന്തക്കോസ്ത് പെരുന്നാൾ. ഇംഗ്ലീഷിൽ ഫീസ്റ്റ് ഓഫ് വീറ്റ് എന്ന് അറിയപ്പെട്ടിരുന്നു. ഫീറ്റ്സ് ഓഫ് വീക്സ്, അതായത് ഗോതമ്പിൻ്റെ വിളവെടുപ്പുമായി ബന്ധപ്പെടുത്തി നടക്കുന്നതായ ഒരു ആഘോഷം. അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ കൽപ്പനകൾ, ന്യായപ്രമാണം ജനത്തിന് കൊടുത്തതിൻ്റെ കൽപ്പനകൾ, ദൈവം അവരോട് ചെയ്ത കൽപ്പനകളുടെ പുതുക്കത്തിൻ്റെ, റിന്യൂവൽ ഓഫ് കവണന്റ് എന്നിവയുടെ ഒക്കെ ആഘോഷമായി ഈ പെന്തക്കോസ്ത് ആഘോഷം മാറിയിരുന്നു. അതുപോലെ
യേശു കർത്താവിൻ്റെ കാലഘട്ടത്തിൽ പലയിടങ്ങളിൽ ചിതറി പാർത്തിരുന്നതായ യഹൂദന്മാർ പെന്തക്കോസ്ത് പെരുന്നാളിനായി യെരുശലേം ദേവാലയത്തിലേക്ക് കടന്ന് വരുന്നതായിട്ടുള്ള പ്രത്യേക സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ആ പഴയ നിയമത്തിൽ ദൈവം തൻ്റെ ജനത്തിന് കൊടുത്തതായിട്ടുള്ള ഈ ആഘോഷത്തിൻ്റെ ഉത്സവത്തിൻ്റെതായിട്ടുള്ള ഈ പ്രത്യേക പെരുന്നാളിനെ പരിശുദ്ധാത്മദാനം ശിഷ്യന്മാർക്ക് ലഭിച്ചതിൻ്റെ ആഘോഷമായിട്ട് മാറുവാനായി ഇടയായി എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ച് ഈ പെന്തക്കോസ്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വാക്കിനും ആത്മാവിനും ഗ്രീക്ക് ഭാഷയിൽ ഒരേ പദം തന്നെ ഉപയോഗിക്കുന്നു. അതായത് കാറ്റും ആത്മാവും അതിൻ്റെ കൺസെപ്ച്വൽ ലെവലിൽ അത് വളരെ ചേർന്നിരിക്കുന്നതായിട്ട് നമുക്ക് മൂലഭാഷയിലെ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സീനായി മലമുകളിൽ ദൈവം അഗ്നിയിൽ ഇറങ്ങി വന്നതിൻ്റെ ഒരു പ്രത്യക്ഷതയുടെ അനുഭവം. സീനായി മലയിൽ ദൈവം അഗ്നിയിൽ ഇറങ്ങി വന്നാണ് കൽപ്പലകകളെ ന്യായപ്രമാണത്തെ മോശയിലൂടെ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തത്. അതുപോലെ ഹൃദയത്തിൻ്റെ കൽപ്പലകകളിലേക്ക് ദൈവത്തിൻ്റെ ന്യായപ്രമാണം എഴുതി ചേർക്കപ്പെടുന്നതായ പ്രത്യേക അവസരമാണ് പെന്തക്കോസ്ത്. നാം മറന്നു പോകരുത്. അതായത് പരിശുദ്ധാത്മാവ് ദൈവിക ന്യായപ്രമാണം നമ്മുടെ ഉള്ളിൽ നൽകുന്നതായ അല്ലെങ്കിൽ ഉള്ളിൽ ഇരുന്നു കൊണ്ട് നമ്മോട് സംവദിക്കുന്ന ഹൃദയത്തിൻ്റെ പലകമേൽ പ്രത്യേകമായി കോറിയിടുന്നതായ ഒരു അവസരമായി അല്ലെങ്കിൽ ഈ പെന്തക്കോസ്തിനെ കാണുവാനായിട്ട് സാധിക്കും. അതാണ് ഈ സീനായി മലയിൽ ദൈവത്തിൻ്റെ ശക്തി, ദൈവം ഇറങ്ങി വരുമ്പോൾ അവിടെ തീയും പുകയും ഒക്കെ കാണുന്നത് പോലെ ഇവിടെ പെന്തക്കോസ്ത് ദിനത്തിൽ ശിഷ്യന്മാരുടെ മേൽ അഗ്നി നാവ് പ്രത്യക്ഷപ്പെട്ടതായി നാം കാണും. ഏറെ കാര്യങ്ങൾ പെന്തക്കോസ്തിനെ കുറിച്ച് പറയുവാനായിട്ടുണ്ട്. എങ്കിലും പെന്തക്കോസ്തിനെ കുറിച്ചുള്ള ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ നിന്നുള്ള ചില ചിന്തകൾ പങ്കുവെക്കുവാനായിട്ടാണ് ഞാൻ ഇത് ശ്രമിക്കുന്നത്. ഈ 2-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ ഒരുമിച്ച് ശിഷ്യന്മാർ ഒരുമനപ്പെട്ട ഐക്യതയോടുകൂടെ ഇരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവർക്ക് ലഭിച്ചത്. ഒരേ താല്പര്യത്തോടുകൂടെ കർത്താവ് അവരോട് പറഞ്ഞതുപോലെ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം നിങ്ങൾ ഇവിടെ കാത്തിരിപ്പീൻ എന്നുള്ള കൽപ്പന അനുസരിച്ചുകൊണ്ട് ഉയരത്തിലുള്ള ശക്തിക്ക് വേണ്ടി അവർ ഒരുമിച്ച് ഒരേപോലെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് ലഭിക്കുവാനായിട്ടിടയായിട്ടാണ്. അത് നമ്മളോട് പറയുന്നു, ഈ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം നമ്മളുടെ ഭവനത്തിൽ ഉണ്ടാകണമെങ്കിൽ, നമ്മിലുണ്ടാകണമെങ്കിൽ, നമ്മുടെ സഭയിൽ ഉണ്ടാകണമെങ്കിൽ അതിനുവേണ്ടി ഒരു ഒരുക്കവും ഐക്യതയും നമുക്ക് ആവശ്യമാണ്. ഐക്യതയോടുകൂടെ ഒരുമയോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ ഇരിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകും. നമുക്കറിയാം, കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായ യൂദ ആ കൂട്ടത്തിൽ നിന്ന് മാറിപ്പോയി. അതിന് പകരം ഇവിടെ മത്ഥ്യാസിനെ ഇവരുടെ ഭാഗമായി 12-ൽ ഒരുവരായി ചേർക്കുകയും
അവരൊരുമിച്ച് കൂടിയിരിക്കുകയും ചിലപ്പോൾ ഒരു കർത്താവ് നൽകിയതുപോലെ, കർത്താവ് ആക്കിയതുപോലെ കുറവില്ലാത്തതായ 12 ശിഷ്യന്മാർ, കുറവില്ലാത്തതായ ശിഷ്യന്മാരുടെ ഒരു കൂട്ടം ചേർന്നിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരിൽ പ്രവർത്തിച്ചു. അപ്പോൾ കുറവുണ്ടാകരുത്. നമ്മളെല്ലാവരും ഒരേപോലെ ഒറ്റക്കെട്ടായിട്ട് ദൈവസന്നിധിയിൽ ചേർന്നിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകുവാനായിട്ടിടയാകും. ഈ നാളുകളിൽ പലപ്പോഴും നമ്മളുടെ ഭിന്ന താല്പര്യങ്ങൾ മറ്റുള്ളവരെ ഹൃദയപൂർവ്വം സ്നേഹിക്കുവാനായി, ഒരുമിച്ച് കരുതുവാനായി സാധിക്കാതെ പോകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മളുടെ ഇടയിൽ ഉണ്ടാകാതെ ഇരിക്കുവാൻ കാരണമായിത്തീരും. നിങ്ങൾ ഒരിക്കലും മറക്കരുത്, സഭ വളർന്നത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അവരിൽ ഇടപെട്ടപ്പോൾ. അതുവരെ ശിഷ്യന്മാരുടെ, കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ ഒരു കൂട്ടമായിരുന്നു എങ്കിൽ നമുക്കറിയാം, പെന്തക്കോസ്ത് നാളിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളങ്ങളിലേക്ക് ഇറങ്ങി വന്നപ്പോൾ പത്രോസ് പുറത്തിറങ്ങി ബാൽക്കണിയിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുവാനായിട്ട് ആരംഭിച്ചു. ആ പ്രസംഗത്തിൽ 3000 പേർ അന്ന് സഭയോട് ചേർന്നു. ഇന്ന് നമ്മുടെ സഭയിൽ ആളുകൾ കുറയുന്നുവെങ്കിൽ, ആളുകൾ വിട്ടുപോകുന്നുവെങ്കിൽ നമ്മുടെ ഐക്യതയുടെ കുറവാണ്. നമുക്ക് ഒരുമിച്ച് നിൽക്കുവാനായിട്ട് സാധിക്കാത്തത് കൊണ്ടാണ്. പരസ്പരം കരുതുവാനും ക്ഷമിക്കുവാനും ഒരുമിച്ച് ചേർത്ത് പിടിക്കുവാനും നമുക്ക് സാധിക്കാത്തത് കൊണ്ട് ഇന്ന് ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മൾ സജീവമായിട്ട് ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഈ നാളുകളിൽ, ഈ വലിയ പ്രതിസന്ധിയുടെ നാളുകളിൽ നാം എല്ലാവരെയും ചേർത്ത് പിടിക്കണം. ഒരാൾ പോലും കുറഞ്ഞു പോകരുത്. കുറവില്ലാത്തതായ ഒരു കൂട്ടം നമുക്ക് ലഭ്യമാകണം. രണ്ടാമതായി, നമ്മൾ ഈ തിരുവചന വേദഭാഗം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നാം കാണുന്നു, അവരെ മുറിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ വീട് മുഴുവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അവരിൽ ഓരോരുത്തരിലും പരിശുദ്ധാത്മാവ് നാവ് പോലെ പ്രത്യക്ഷമായി ഓരോരുത്തരിലും പതിഞ്ഞു. തുടർന്ന് ആത്മാവ് അവർക്ക് ഉച്ചരിക്കുവാൻ നൽകിയതുപോലെ അന്യ ഭാഷയിൽ അവർ സംസാരിച്ചു തുടങ്ങി. അതായത് 12 പേരുണ്ടെങ്കിൽ 12 ഭാഷകൾ അവർ സംസാരിപ്പാനായിട്ട് തുടങ്ങി. 12 ഭാഷകളിൽ അവർ സംസാരിച്ച ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെക്കുറിച്ച് നാം ആ ഭാഗം വായിക്കുമ്പോൾ നമുക്കറിയാമല്ലോ. ദൈവത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ രക്ഷയെക്കുറിച്ച്, ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് എല്ലാം ഘോഷിക്കുവാനായിട്ട് 12 ഭാഷകളിൽ ഈ 12 ശിഷ്യന്മാർക്കിടയായി. വ്യത്യസ്തതയുണ്ട്, ഭാഷയുടെ വ്യത്യസ്തതകളുണ്ട്, പക്ഷെങ്കിൽ പറഞ്ഞ കാര്യമെല്ലാം ഒന്ന്. ഇന്നും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മളിൽ ഉണ്ടാകുമ്പോൾ ഓരോരുത്തരുടെയും പ്രവർത്തനം വ്യത്യസ്തമായിരിക്കും. ഓരോരുത്തരും വ്യത്യസ്ത കഴിവുകളോടുകൂടെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് കൊണ്ട് ദൈവം ഞങ്ങൾക്ക് കൊടുത്തിരിക്കുന്നതായിട്ടുള്ള കഴിവ് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ സിദ്ധിയാൽ വിളങ്ങുവാൻ, വർദ്ധിക്കുവാനായിട്ടിടയാം. വ്യത്യസ്തതയോടുകൂടെ പറയുവാൻ അല്ലെങ്കിൽ വ്യത്യസ്തയോട് പ്രവർത്തിക്കുവാനായിട്ടിടയാം. പക്ഷെങ്കിൽ ഈ വ്യത്യസ്തതകൾ അവരെ വ്യത്യസ്തരാക്കി തീർക്കുന്നില്ല. അവർ പറഞ്ഞതെല്ലാം ദൈവത്തെക്കുറിച്ചാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വചനം. അതുകൊണ്ട് ഇന്ന് ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകുമ്പോൾ വ്യത്യസ്ത കഴിവുകളിൽ കൂടെ നാം ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ മറ്റുള്ളവരിലേക്ക് എടുക്കുമ്പോൾ നാം മറ്റൊരാളെക്കുറിച്ച് അസൂയപ്പെടേണ്ട കാര്യമില്ല. മറ്റൊരാളെ താഴ്ത്തിക്കെട്ടുവാനായിട്ട് നാം ശ്രമിക്കേണ്ടതില്ല. ഇതെല്ലാം ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന പ്രവൃത്തി. ജവഹർലാൽ നെഹ്റു പറഞ്ഞതുപോലെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. സഭയിൽ ഇന്ന് നമുക്കത് കാണുവാനായിട്ട് സാധിക്കണം. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. എല്ലാവർക്കും എല്ലാവരെയും പോലെ ആകുവാനായിട്ട് സാധിക്കത്തില്ല. ചിലർക്ക് പ്രസംഗിക്കുവാനായിട്ട് ദൈവം കഴിവ് കൊടുക്കും, ചിലർക്ക് പാടുവാനായിട്ട് ദൈവം കഴിവ് കൊടുക്കും, ചിലർക്ക് ശുശ്രൂഷകൾ,
ഏറ്റവും ചെറിയതായുള്ള ശുശ്രൂഷകൾ ചെയ്യുവാനായുള്ള കഴിവുകളായിരിക്കാം. മറ്റൊരാൾക്ക് ചിലരെ ലീഡ് ചെയ്യുവാനായിട്ട്, നയിക്കുവാനായിട്ട്, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ, ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായ കഴിവുകളൊക്കെ കൊടുക്കും. അപ്പോൾ മറ്റൊരാളുടെ കഴിവിൽ നാം ദുഃഖിക്കുകയോ പ്രയാസപ്പെടുകയും ചെയ്യണ്ട. എനിക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. ദൈവം നമുക്കൊരു കഴിവ് തന്നിട്ടുണ്ട്. ആ കഴിവിനെ ദൈവനാമ മഹത്വത്തിനായിട്ട് നാം ഉപയോഗിക്കണം. അങ്ങനെ നാം ഉപയോഗിക്കുമ്പോൾ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാനായിട്ട് ഇടയാകും. വ്യത്യസ്തങ്ങളായുള്ള കഴിവുകളോടുകൂടി നാം ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ വലിയ ഫലം ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് ഈ നാളുകളിൽ വ്യത്യസ്തതകളുടെ ഒരു സമന്വയം നമ്മുടെ സഭകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, വ്യക്തി ജീവിതങ്ങളിൽ ഉണ്ടാകുവാനായിട്ട് ഇടയാകണം. നമുക്കറിയാം, ബാബേൽ, ഉൽപ്പത്തിയുടെ പുസ്തകം 15-ാം അധ്യായത്തിലെ ബാബേൽ സംഭവത്തിൽ അവിടെ ജനങ്ങളുടെ ഭാഷ കലക്കിക്കളഞ്ഞുവെങ്കിൽ, ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് മനസ്സിലാകാത്തതായിട്ടുള്ള ഒരു അനുഭവം അവിടെ ഉണ്ടായെങ്കിൽ, ഇവിടെ വ്യത്യസ്ത ഭാഷകൾ സംസാരിച്ചു, പക്ഷെങ്കിൽ ഒരേ കാര്യം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായ ഒരു അനുഭവം. മറ്റു രീതിയിൽ പറഞ്ഞാൽ വേദപണ്ഡിതന്മാർ പറയുന്നത് ഇറ്റ് ഈസ് എ റിവേഴ്സൽ ഓഫ് ബാബേൽ എക്സ്പീരിയൻസ്. ബാബേൽ എങ്ങനെ ഭാഷകൾ കലക്കി വ്യത്യസ്തരാക്കി തീർത്തോ, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിക്കുമ്പോൾ വ്യത്യസ്തകളെ ഐക്യതയുടെ ഭാഗമായി അല്ലെങ്കിൽ ഏകമാക്കി ഏകത്തിലേക്ക് നയിക്കുന്നതാക്കി തീർക്കുവാനായിട്ടിടയാകും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം മറന്നു പോകരുത്. ഇറ്റ് ഈസ് എ റിവേഴ്സൽ പ്രോസസ് ഓഫ് ബാബേൽ. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടെങ്കിൽ മാത്രമേ ഐക്യതയോടുകൂടെ നിൽക്കുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. മൂന്നാമതായി, തുടർന്നുള്ള വേദഭാഗത്തിൽ കൂടെ പോകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, കേട്ടതായ ഓരോ ആളുകളും, ഈ ശിഷ്യന്മാർ അന്യഭാഷയിൽ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവർക്കത് മനസ്സിലായി. എന്താ ഇവർ പറയുന്നത്, എന്താണ് ദൈവവചനത്തിൽ സംസാരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി. എന്നാൽ ഇത് ശിഷ്യന്മാർക്ക് എങ്ങനെ സാധിച്ചു എന്ന് മനസ്സിലാക്കുവാനായി കഴിയുന്നില്ല. അതുകൊണ്ട് അവർ തങ്ങളുടെ രീതിയിൽ എങ്ങനെയാണ് ഇവർ പറയുന്നത് എന്നുള്ളതിനൊരു അർത്ഥം കൊടുക്കാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് ഇവിടെ നാം വായിക്കുന്നത്, അവർ വീഞ്ഞു കുടിച്ച് പുതുവീഞ്ഞു കുടിച്ചിരിക്കുന്നു എന്ന് പരിഹസിക്കുവാനായിട്ടിടയായത്. അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നാം പറയുന്ന കാര്യങ്ങളെ മറ്റുള്ള ആളുകൾ അത് മറ്റു പല ശക്തികൾ കൊണ്ടാണ് നാം ചെയ്യുന്നത് എന്ന് വ്യാഖ്യാനിക്കുവാനുള്ള സാധ്യതയുണ്ട്. തങ്ങളുടെ രീതിയിലുള്ള അർത്ഥങ്ങൾ അതിന് മെനയുവാനായുള്ള സാധ്യതയുണ്ട്. ഇത് നമ്മോട് പറയുന്നത് പരിശുദ്ധാത്മ പ്രവർത്തനത്തെ മാനുഷിക പ്രവർത്തനങ്ങളുമായി താരതമ്യപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. പരിശുദ്ധാത്മ പ്രവർത്തനങ്ങൾ മാനുഷിക ബുദ്ധിയിൽ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും എനിക്ക് നിങ്ങൾക്കും സാധിക്കുകയില്ല. നാം അങ്ങനെ പരിശുദ്ധാത്മ പ്രവർത്തനത്തെ മാനുഷിക ബുദ്ധിയിലൂടെ അളക്കുവാനായി ശ്രമിച്ചാൽ പലപ്പോഴും നാം തെറ്റായ നിഗമനത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ടിടയാകും. ഇതെങ്ങനെ സാധിക്കുന്നു? ഇറ്റ് ഈസ് എ മിസ്റ്ററി. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന ഫലമായി നാം വൻകാര്യങ്ങളെ, ദൈവസന്നിധിയിൽ വൻകാര്യങ്ങളെ ചെയ്യുവാനായിട്ടിടയാകും. ഇറ്റ് ഈസ് എ മിസ്റ്ററി. മാനുഷിക ശക്തിയല്ല, മാനുഷികമായ ബലമല്ല, ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ശക്തിയാണ്. ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ ഭാര്യ തൻ്റെ
ഭർത്താവിനെയും 2 ആൺമക്കളെയും കൊന്നതായ ഘാതകനോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മ ശക്തിയാണ്. മാനുഷിക ശക്തിയിലും ബുദ്ധിയിലും ഒരിക്കലും ഒരു വ്യക്തിക്കും ചെയ്യുവാൻ സാധിക്കത്തില്ല. ഇന്ന് നമ്മൾ പല പല പുതിയ സംഭവങ്ങൾ, കേസുകളൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. നിർഭയ, അതുപോലെ കഴിഞ്ഞ ദിവസവും സംഭവങ്ങൾ നടന്നു. ക്ഷമിക്കാൻ സാധിക്കത്തില്ല എന്നാണ് മാനുഷിക ബുദ്ധിയിലുള്ള മറുപടി. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ മറ്റാർക്കും മനസ്സിലാകാത്തതായിട്ടുള്ള പ്രവൃത്തികളെ ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. മദർ തെരേസ കൽക്കട്ടയിലെ തെരുവിൽ തൻ്റെ അടുത്തുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഭിക്ഷ യാചിച്ചുകൊണ്ട് നടക്കുമ്പോൾ പണക്കാരനായ ഒരു വ്യക്തി അവിടെ നീട്ടിയ കരത്തിലേക്ക് കാർക്കിച്ചു തുപ്പി. മറുപടി ഒന്നും പ്രതികരിച്ചില്ല. ഉടനെ തൻ്റെ സാരിയുടെ തലപ്പെടുത്ത് തൻ്റെ കയ്യിലുള്ളതായിട്ടുള്ള ഇതെല്ലാം അവർ തുടച്ച് വൃത്തിയാക്കി വീണ്ടും കൈ നീട്ടിയിട്ട് ഇപ്രകാരം ഒഴിഞ്ഞു അത്രേ, നിങ്ങൾ എനിക്കുള്ളത് തന്നു, ഇനി എൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ളത് നിങ്ങൾ തരിക. പരിശുദ്ധാത്മ ശക്തി തന്നെ വളരെ നിഷ്ഠൂരമായി നേരിട്ടതായ, അല്ലെങ്കിൽ തന്നെ വളരെ പരുഷമായി തന്നോട് പെരുമാറിയ ആളിനോട് പോലും ക്ഷമിക്കുവാനായുള്ള ശക്തി കൊടുത്തു. ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. കഴിഞ്ഞ ഞായറാഴ്ചക്കാലം നമ്മൾ ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് കേട്ടുവല്ലോ. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, പരോപകാരം. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മ ശക്തിയാൽ മാത്രമേ ഇത് ലഭ്യമാകത്തുള്ളൂ. ഈ പ്രവർത്തനങ്ങളെ മാനുഷിക പ്രവർത്തനങ്ങളുമായി താരതമ്യം ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല. 3 കാര്യങ്ങളാണ് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിച്ചത്. 1, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിക്കണമെങ്കിൽ ഒരുക്കമുള്ള ഐക്യതയുള്ളതായിട്ടുള്ളൊരു കൂട്ടം സഭയ്ക്ക് ഭവനത്തിൻ്റെ ഉള്ളിലൊക്കെയും ആവശ്യമാണ്. എല്ലാവരുടെ ഉള്ളിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ട്. എന്നാൽ വ്യത്യസ്തമായ രീതികളിലാണ് കഴിവുകൾ ഉള്ളവരാക്കി അവരെ തീർക്കുന്നത്. വ്യത്യസ്ത രീതിയിലുള്ള കഴിവുള്ളവരാക്കി തീർക്കുന്നു. ഒരിക്കലും തമ്മിൽ നാം അതിൻ്റെ പേരിൽ ഒരു വ്യത്യസ്തത കണ്ടെത്തേണ്ട കാര്യമില്ല. ഇതെല്ലാം ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്ന പ്രവർത്തനമാണ്. 3, പരിശുദ്ധാത്മ പ്രവർത്തനത്തെ മാനുഷിക രീതിയിൽ മാനുഷിക പ്രവർത്തനങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുവാനോ മനസ്സിലാക്കുവാനോ സാധിക്കത്തില്ല. അതുകൊണ്ട് ഈ നാളുകളിൽ നമുക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവശ്യമെന്ന് തിരിച്ചറിഞ്ഞു കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി നമുക്ക് അപേക്ഷിക്കാം. ഈ നാളുകൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ ഇരിക്കുവാൻ നമുക്ക് പറയാം, പരിശുദ്ധാത്മ ശക്തി വേണം. അനേകം ആളുകൾ രോഗത്തിൻ്റെ പീഡകൾ കൂടെ കഴിഞ്ഞു പോകുമ്പോൾ കർത്താവേ, ബലത്തോടെ ധൈര്യത്തോടെ ദൈവസന്നിധിയിൽ ഇരിക്കാനും അപേക്ഷകൾ കഴിക്കുവാനും എനിക്ക് പരിശുദ്ധാത്മ ശക്തി വേണം. ഭവനത്തിൻ്റെ ഉള്ളിലായിരിക്കുമ്പോഴും എൻ്റെ ഉത്തരവാദിത്വങ്ങളൊക്കെ നിവർത്തിപ്പാനായിട്ട് അവിടുത്തെ ശക്തി എനിക്ക് ആവശ്യമാണ്. കർത്താവിനെക്കുറിച്ച് ഘോഷിപ്പാൻ എനിക്ക് അവിടുത്തെ ശക്തി ആവശ്യമാണ്. നമുക്കപ്രകാരം ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ് സമർപ്പിക്കാം. അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കുമാറാകട്ടെ. അപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. നമുക്ക് വിശ്വാസത്തിൻ്റെ സംഗതികളെ നിത്യാവിശ്വാസ പ്രമാണത്തിന്റെ വാക്കിൽ ആകാശത്തെ ഭൂമിയെ കാണപ്പെടുന്നതുമായുള്ള ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വലോകങ്ങളുടെ പിതാവ്, ജനിക്കപ്പെട്ടവൻ, ദൈവത്തിൽ ദൈവം, പ്രകാശം, സത്യദൈവം, ജനിക്കപ്പെട്ടവൻ, ഉണ്ടാകപ്പെട്ടവനല്ല, പിതാവിനുള്ള യുദ്ധമുള്ളവൻ. അവനാൽ സ്വലവും ഉണ്ടായി. അവൻ മനുഷ്യനെ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാവിനെ കന്യകയിൽ അവതരിച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പിലാത്തോസ് കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, അവൻ നടക്കപ്പെട്ടു, തിരുവഴുത്ത പ്രകാരം 3 ദിവസം ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് കയറി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവൻ ജീവനിൽ മനുഷ്യനായി മോത്തോടെ വരും. അവന്റെ ആയതിന് അവസരം ഉണ്ടാകുകയില്ല. ഉത്സാഹം ജയിപ്പിക്കുന്നവനും പിതാവിൽ നിന്ന് പുറപ്പെടുന്നവനും പിതാവിനോട് ബന്ധിക്കപ്പെട്ട് മോശപ്പെടുന്നവനും പ്രവാചകൻ പറയുന്ന പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. കാതോലിക അപ്പോസ്തലികമായ സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു.
പാവന്റെ വ്യത്യാസം ഞാൻ ക്ഷണിക്കുന്നു. മത്സ്യപ്പെടുത്താനും വരെയുള്ള ജീവനും ഞാൻ കാത്തിരിക്കുന്നു. ആമേൻ. കഴിഞ്ഞ 3 മാസക്കാലമായിട്ട് പിറന്നാള്, വിവാഹ വാർഷിക സ്തോത്ര പ്രാർത്ഥന കൃത്യമായിട്ട് നടത്തുവാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ അറിയിച്ചതുപോലെ ഇന്ന് പ്രത്യേകമായിട്ടുള്ള സ്തോത്ര പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ പ്രാർത്ഥനാപൂർവം ഇരിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. മാർച്ച് മാസത്തിൽ പിറന്നാൾ ആഘോഷിച്ചവരുടെ പേര്: നിമിത്ത് ബി സക്കറിയ വരിക്കോലിത്തറയിൽ, റവറൻഡ് എബ്രഹാം ജി സത്യനാഥൻ പാഴ്സനേജ്, ലീലാമ്മ ജേക്കബ് കല്ലാത്തറ വടക്കേതിൽ, സുജ വർഗീസ് മരുന്നിനാട്ട് സിജോവില്ല, ലിസി ജേക്കബ് ചൂനാട്ടുശ്ശേരിൽ തറയിൽ, റിൻഡ മറിയം റെജി വലിയകുന്നേൽ റിൻഡാവില്ല, അശ്വിൻ ജോൺ ഡേവിഡ് വലിയകുന്നേൽ, പി ഡി തമ്പി പാപ്പാടി എബനേസർ, ചെനി ജസ്റ്റിൻ പനക്കൽ സജീവില്ല, മാക്സ് വർഗീസ് ശാന്തോം, സിനി എബ്രഹാം പാഴ്സനേജ്, സെറിൻ അന്ന സത്യനാഥ് പാഴ്സനേജ്, ഫിലിപ്പ് തോമസ് തെറ്റിക്കുഴിയിൽ ഗ്ലോറിയസ് വില്ല, ജോഹാൻ ജെയിംസ് സക്കറിയ വരിക്കോൽ തറയിൽ, ഷെർലി ഐസക് നെല്ലിക്കോമത്ത് വിളയിൽ, നിഹിത ചാക്കോ വലിയകുന്നേൽ ഇടപ്പുരയിൽ, ഷിജി ഫിലിപ്പ് തെറ്റിക്കുഴിയിൽ ഗ്ലോറിയസ് വില്ല, നിഖിൽ വിജി സക്കറിയ വരിക്കോൽ തറയിൽ, ബെറ്റി സാറാമ ശാന്തോം, ജിബി എബ്രഹാം ജോർജ് കിഴക്കേക്കര. വിവാഹ വാർഷിക സ്തോത്രം ആഘോഷിച്ചവർ മാർച്ച് മാസത്തിൽ ഷാജി തോമസ് ആൻഡ് ആനി കൊണ്ടയിൽ ഷാജി ഭവൻ, റവർ മാത്യു ദാസ് ആൻഡ് മോളി റഹബോത്ത്. ഏപ്രിൽ മാസത്തിൽ പിറന്നാൾ ആഘോഷിച്ചവരുടെ പേരുകൾ വായിക്കുന്നു: അന്നമ്മ ജോർജ് മരുതനാട് പീസ് വില്ല, റോഷൻ ചെറിയാൻ കൊച്ചുതുണ്ടിൽ, സാറാം എബീസ് കോട്ടേജ്, ക്രിസ്ത്യൻ ജേക്കബ് പനക്കൽ സജീവില്ല, അഞ്ജു ഫെബി കിഴക്കേക്കര, ജോസ് എൻ എസ് നെല്ലിക്കോമത്ത് ജിൻസി വില്ല, അന്നമ്മ മാത്യു സിബി വില്ല, ലിസി ജോസഫ് കല്ലാത്തറയിൽ, ജോസഫ് ജോൺ നെല്ലിക്കോമത്ത് തെക്കേതിൽ, പി ജെ ജേക്കബ് കല്ലാത്തറ വടക്കേതിൽ, റിയ മേരി മാത്യു കുന്നേൽ രാജുവില്ല, ജെയിംസ് ചെറിയാൻ കല്ലാത്തറയിൽ, ജ്യോതിഷ് കുഞ്ഞാണ്ടി ജേക്കബ് ആലമൂട്ടിൽ, മോളി മാത്യു റഹബോത്ത്, ജോയൽ എബ്രഹാം സത്യനാഥൻ പാഴ്സനേജ്, തങ്കമ്മ ഡേവിഡ് എവീസ് കോട്ടേജ്, ജക്സ് ജെയിംസ് സക്കറിയ വരിക്കോലിത്തറ ശാലോം, റെനി ജോർജ് വിളയിൽ, സുനിൽ മാത്യു കെ എൽ ബംഗ്ലാവ്, ഫേബ മറിയം സാം വലിയകുന്നേൽ പുത്തൻവീട്, ലീലാമ്മ വിൽസൺ വരിക്കോലിത്തറയിൽ വിളയിൽ, ജുവാൻ ലാലു കുന്നുംപുറത്ത്, സനു ജോൺ വലിയകുന്നേൽ സനുവില്ല. ഏപ്രിൽ മാസത്തിൽ വിവാഹ വാർഷികം ആഘോഷിച്ചവരുടെ പേരുകൾ വായിക്കുന്നു: പി ജെ ജേക്കബ് ആൻഡ് ലീലാമ്മ കല്ലാത്തറ വടക്കതിൽ, സക്രിയ എബ്രഹാം ആൻഡ് മേരി വലിക്കോലിത്തറ ശാലോം, ജോൺ വർഗീസ് ആൻഡ് സുജ മരുന്നിനാട്ട് സിജോവില്ല. മെയ് മാസത്തിലെ പിറന്നാൾ ആഘോഷിച്ചവരുടെ പേരുകൾ വായിക്കട്ടെ: ലിനോ ജോൺ വലിയകുന്നേൽ പുത്തൻവീട്, കെ ജി ചെറിയാൻ കൊണ്ടയിൽ, ചെറിയാൻ മാത്യു കൊച്ചുതുണ്ടിൽ, സുജോ വർഗീസ് മരുന്നിനാട്ട് സുജോവില്ല, എലിസബത്ത് ജോർജ് പനക്കൽ, വർഗീസ് ജോർജ് കുന്നിൽവില്ല, മാത്യു കെ ജോൺ സിബി വില്ല, സാറാം എബ്രഹാം കൊണ്ടയിൽ തറയിൽ, ഷിനു മേരി വർഗീസ് വലിതറയിൽ, ജോൺ എബ്രഹാം വലിക്കോൽ തറയിൽ, ഷൈനി ജോബി ചൂനാട്ടുശ്ശേരിൽ, രാജേഷ് സി പതിയാരത്ത് വില്ല, ആരോൺ ജോൺ ബെൻസൺ ഹൗസ്, സെഫോൺ സനു മാത്യു വാഴൂലിൽ, ഏലിയാമ ജോസ് നെല്ലിക്കോമത്ത് ജിൻസി വില്ല, ഡി തോമസ് തെറ്റിക്കുഴിയിൽ ഗ്ലോറിയസ് വില്ല, ഷൈനി എബി വലിയ തറയിൽ, അന്നമ്മ റജി വലിയകുന്നേൽ റിൻഡാവില്ല, അനുജയും സക്കറിയ വരിക്കോലിത്തറ ശാലോം, സ്നേഹ വർഗീസ് മരുന്നിനാട്ട് സിജോവില്ല, മിസ്പേൽ ഫിലിപ്പ് ഡേവിഡ് തെറ്റിക്കുഴിയിൽ ഗ്ലോറിയസ് വില്ല, റൂബൻ റെക്സ് വർഗീസ് ശാന്തോം, മേരിക്കുട്ടി ജോസഫ് ചുനാട്ടുശ്ശേരിൽ, ബ്രിജിത്ത് ഡിസൂസ പതിയാരത്ത് വില്ല, നന്ദു റഞ്ചി ഫിലിപ്പ് നമിത മന്ദിർ, ഷിബു തോമസ് കൊണ്ടയിൽ ശേഖയും, ലീലാമ്മ തമ്പി പാമ്പാടിയിൽ എബനേസർ, പി എ ജോർജ് കുട്ടി കിഴക്കേക്കര, ജിനു സാം ജോർജ് പനക്കൽ, ആശാ ലാലു കുന്നുംപുറത്ത്, റഞ്ചി ഫിലിപ്പ് നമിത മന്ദിർ, റജി ജോൺ മരുന്നനാട്ട് പീസ് വില്ല, ബിനിൽ എസ് മാത്യു കെ എൽ ബംഗ്ലാവ്, സനു മാത്യു വാഴൂലിൽ, ജോൺ കുര്യൻ വലിയകുന്നേൽ പുത്തൻവീട്, എബി വർഗീസ് വലിയ തറയിൽ, ജെസ്സി ബിജി സക്കറിയ വരിക്കോൽ തറയിൽ, റവൻ മാത്യു ദാസ് റഹ്ബോത്ത്, ബിൻസി സജി വാഴൂലിൽ, സിജു ജേക്കബ് കല്ലാത്തറ വടക്കേതിൽ, സാറ ജോസഫ് കെ എൽ ബംഗ്ലാവ്, റെനി സജി വരിക്കോലിത്തറയിൽ. ഈ മാസത്തെ പിറന്നാൾ വിവാഹ വാർഷികം ആഘോഷിച്ചിട്ട് പേരുകൾ വായിക്കുന്നു: ബോബൻ സക്കറിയ ആൻഡ് റെനി വരിക്കോലിത്തറയിൽ, ജോർജ് തോമസ് ആൻഡ് ആലീസ് കുന്നിൽവില്ല, വിജി സക്കറിയ ആൻഡ് ജെസ്സി വരിക്കോലിത്തറയിൽ, സനു മാത്യു ആൻഡ് ഡെയ്സി വാഴൂരിൽ, ജേക്കബ് ശാമുല ആൻഡ് ജയ പനേക്കൽ സജീവില്ല,
വർഗീസ് കെ ജി ആൻഡ് ജസ്ലി കൊണ്ടയിൽ, പി എ ജോർജ് കുട്ടി ആൻഡ് എലിസബത്ത് കിഴക്കേക്കര, കെ എൽ ജോർജ് ആൻഡ് മറിയാമ്മ കൊണ്ടയിൽ, എബി ഡേവിഡ് ആൻഡ് സാറാമ്മ എബീസ് കോട്ടേജ്, ലിജോ തമ്പി ആൻഡ് നിജി പാപ്പാടിയിൽ എബനേസർ, ജിബി എബ്രഹാം ജോർജ് ആൻഡ് ലിനു കിഴക്കേക്കര, സജി മാത്യു ആൻഡ് ബിൻസി വാഴൂലിൽ, രാജൻ വർഗീസ് ആൻഡ് ആനി ശാന്തോ, മാത്യു കെ ജോൺ ആൻഡ് അന്നമ്മ സിബി വില്ല, റവൻഡ് എബ്രഹാം ജി സത്യനാഥൻ ആൻഡ് സിനി പാഴ്സനേജ്. ഇപ്പോൾ പേര് വിളിച്ചതായ പിറന്നാൾ വിവാഹ വാർഷികം ആഘോഷിച്ച പ്രിയമുള്ളവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, കഴിഞ്ഞ മാസങ്ങളിൽ പിറന്നാൾ വിവാഹ വാർഷികം ആഘോഷിച്ച എൻ്റെ ഈ പ്രിയമക്കളെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ നാളുകളും അവിടുന്ന് കൂടെയിരുന്ന് നടത്തിയ പരിപാലിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവേ, ഈ കൊറോണ കാലത്ത് എൻ്റെ മക്കൾക്ക് ദേവാലയത്തിൽ കടന്നു വരുവാനും സ്തോത്ര പ്രാർത്ഥന കഴിക്കുവാനും സാധിക്കാതെ അവരവരുടെ ഭവനങ്ങളിലായിരിക്കുമ്പോൾ കർത്താവേ, തിരുസന്നിധിയിൽ ആയിരിക്കുന്ന നിൻ്റെ മക്കളെല്ലാം അവിടുത്തെ കൃപയാൽ നിറയ്ക്കുമാറാകണം ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വിദേശത്ത് വിവിധ ഇടങ്ങളിലായിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. രോഗ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ടല്ലോ കർത്താവേ, ഞങ്ങൾ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ വിടുതലും അവിടുത്തെ സൗഖ്യവും കൊടുക്കണമേ. കൃത്യമായിട്ട് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാ മക്കളെയും ഏൽപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അവരുടെ കുറ്റങ്ങളെ കുറവുകളെല്ലാം അവിടുന്ന് ക്ഷമിക്കണമേ. അവിടുത്തെ മക്കളായിട്ട് അവിടെ നിലനിർത്തണമേ. പുതിയ വർഷക്കാലം അനുഗ്രഹത്തോടെ ജീവിക്കാനായിട്ട് അവിടുന്ന് ഇടയാക്കണം. വിവാഹവാർഷികം ആഘോഷിക്കുന്നതിന് മക്കളെ ഏൽപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബജീവിതത്തിൽ എപ്പോഴും അവിടുന്ന് കൂടെ ഇരിക്കണം. വ്യത്യസ്ത സാഹചര്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് അവിടുത്തെ മക്കളായിട്ട് നിലനിൽക്കുമ്പോൾ അവിടുത്തെ കൃപയും അവിടുത്തെ ബലവും അനുഭവിച്ചുകൊണ്ട് നിൽപ്പാൻ കർത്താവേ, നിന്റെ മക്കളെ അവിടുന്ന് സഹായിക്കണം. ഞങ്ങൾ അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇത് ആരാധനയിൽ കർത്താവേ, നിന്റെ മക്കളെല്ലാം പ്രത്യേകമായ തിരുക്കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരേത് ഇടത്തായിരുന്നാലും ഏതനുഭവത്തിലായിരുന്നാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ശക്തി അവരോടുകൂടി ഇരുന്ന് പുതിയ വർഷത്തിലേക്ക് അനുഗ്രഹപ്രദമായിട്ട് ജീവിക്കാൻ ആവശ്യമായിട്ട് എല്ലാ നന്മകളും കൃപകളും കൊടുക്കുമാറാകണമേ. ആമേൻ. പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. പ്രത്യേകമായി മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മുടെ ചില സഭാംഗങ്ങൾ വളരെ ഗുരുതരമായിട്ടുള്ള രോഗബാധകളാൽ ആയിരിക്കുന്നു. അങ്ങനെ പ്രത്യേകമായിട്ട് പേര് പറയുന്നില്ല. നമ്മളുടെ സഭയിലെ പ്രിയമുള്ളവരുടെ സഹോദരങ്ങൾ, ബന്ധുക്കൾ COVID-19 ബാധയാൽ ആവശ്യത്തിന് ശരിയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ലഭിക്കുന്നതിന് ഭാരപ്പെട്ടുകൊണ്ട് ആയിരിക്കുന്നു. ചിലർ ആശുപത്രിയിലാണ്, ചിലർ രോഗം തിരിച്ചറിഞ്ഞുവെങ്കിലും ആശുപത്രിയിൽ കടന്നു പോകുവാൻ സാധിക്കാതെ ഭവനത്തിൽ ട്രീറ്റ്മെൻറ്റിൽ കൂടെ പോകുന്നു. പ്രത്യേകമായിട്ടുള്ള നമ്മുടെ പ്രാർത്ഥനകൾ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ പല ബന്ധങ്ങളിലും ഒക്കെ പലരുമുണ്ട്. എന്നോട് പലരും വിളിച്ച് പറഞ്ഞു, നമുക്ക് ഓർക്കാം, പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരം അവരായിരിക്കുന്ന ഇടങ്ങളിൽ അനുഭവിക്കണമേ. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മളിന്ന് പരിശുദ്ധാത്മാവിനെ ചിന്തിച്ചതുപോലെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി ആവസിക്കണം. ഇവിടെ ശരീരത്തുള്ളതായിട്ടുള്ള എല്ലാ രോഗാണുക്കളെയും അവിടുത്തെ രക്തത്താൽ അവിടുന്ന് കഴുകി വെടിപ്പാക്കി പൂർണ്ണ വിടുതലും പൂർണ്ണ സൗഖ്യവും അനുഭവിച്ചുകൊണ്ട് നിൽപ്പാൻ കർത്താവിടെയാക്കണം. കർത്താവിൻ്റെ രക്തം അവരിലൂടെ ഒഴുകുമാറാകണം. നമുക്ക് അധികാരത്തോടുകൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഈ തോമസ് സാറ് കഴിഞ്ഞ ദിവസങ്ങളിൽ ശാരീരികമായ ബുദ്ധിമുട്ടുകളിലൂടെ മകളോടൊപ്പം അച്ഛനോടൊപ്പം ആയിരിക്കുന്നു. സാറിനെ കൃത്യമായിട്ട് ഓർക്കാൻ പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെല്ലാം വഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കൃത്യമായിട്ട് ദൈവകരങ്ങളെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങളെ ചേർന്ന് വന്നുകൊണ്ട് ഞങ്ങളുടെ പ്രിയമുള്ളവരെയും ഞങ്ങൾക്കുള്ളവരെല്ലാം ഞങ്ങളെ വഹിച്ചുകൊണ്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ലോകമെമ്പാടും കർത്താവെ അനേക ആയിരങ്ങൾ COVID-19 ബാധയാൽ വലിയ ഗുരുതരമായുള്ള പ്രയാസങ്ങൾ കൂടെ കർത്താവെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. കർത്താവ് അവിടുന്ന് അറിയുന്നു. ചിലയിടങ്ങളിൽ കർത്താവെ ട്രീറ്റ്മെൻറ്റുകൾ എല്ലാവർക്കും കൊടുക്കുവാൻ സാധിക്കാതെ വണ്ണം
ആളുകളുടെ എണ്ണം പെരുകി പല ആളുകളും യഥാർത്ഥത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ലഭിക്കാതെ, ശരിയായ ട്രീറ്റ്മെൻറ്റ് ലഭിക്കാതെ ഒക്കെ കർത്താവെ വലയുന്ന സാഹചര്യമുണ്ട്. അവിടെ ലോകത്തോട് കരുണ കാണിക്കണമേ, സൗഖ്യം കൊടുക്കണമേ. അവിടുത്തെ രക്തത്താൽ സകലരെയും അവിടുന്ന് കഴുകി വെടിപ്പാക്കണം കർത്താവെ. കർത്താവെ, മരുഭൂമിയിൽ കർത്താവെ ഇസ്രായേൽ മക്കളെ കർത്താവെ ബാധ പിടികൂടിയപ്പോൾ പിച്ചള സർപ്പത്തെ ഉയർത്തി അതിൽ നോക്കുന്നവരെയൊക്കെയും വിടുതൽ കൊടുത്ത ദൈവം അങ്ങാകിയാൽ സ്തോത്രം. കുരിശിലേക്ക് നോക്കുവാൻ രോഗബാധിതരായിട്ടുള്ള എല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ. അവിടുത്തെ കുരിശിലേക്ക് നോക്കി സൗഖ്യം പ്രാപിപ്പാനായിട്ട് സകല ലോകത്തെയും അവിടുന്ന് ഇടയാക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടെ സൗഖ്യ വിടുതൽ നിന്റെ മക്കൾക്ക് ആയിരിക്കുന്ന ഇടങ്ങൾ കൊടുക്കണം കർത്താവ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ദേശത്തെ, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ അധികാരികളെ, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, ആരോഗ്യ മന്ത്രിമാർ, ഡോക്ടേഴ്സ്, നേഴ്സസ് തുടങ്ങിയ എല്ലാ ആരോഗ്യ പ്രവർത്തകരുകളും ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് അവരുടെ ശുശ്രൂഷകളോട് പ്രവർത്തനങ്ങളോടുകൂടി ഇരിക്കണമേ. ഈ കോവിഡിനെ നിയന്ത്രിപ്പാൻ ആവശ്യമായുള്ള കൃപ, ശക്തി അവർക്ക് കൊടുക്കണം കർത്താവെ. സഭാ മേലധ്യക്ഷന്മാരെ ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അഭിമന്യ തോമസ് കെ തിരുമേനി ഏൽപ്പിക്കുന്നു പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരോടൊക്കെ ശുശ്രൂഷ ഈ നാളുകളിൽ സഭയ്ക്ക് ഒരു ആശ്വാസവും സമാധാനവും പകരുന്നതായി തീരുവാനായിട്ട് അവിടെ ഇടയാക്കണം. രോഗത്താലും മറ്റ് പല രോഗപീഠകളാലും കഷ്ടപ്പെടുന്ന എല്ലാവരെയും കർത്താവെ ഞങ്ങൾ ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് കൂടെ ഇരിക്കണമേ, ബലപ്പെടുത്തണമേ. അഗതികൾക്ക്, വിശന്നിരിക്കുന്നവർക്ക്, അനാഥർക്ക്, വിധവമാർക്ക്, പീഡ അനുഭവിക്കുന്നവർക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പല ആളുകളും ജോലിയില്ല, പട്ടിണിയിൽ കൂടെ കടന്നു പോകുന്നു. ആഹാര സാധനങ്ങളില്ലാതെ കിലോമീറ്ററുകൾ നടന്ന് ഭവനത്തിലെത്തുവാനായി ആശ്വാസം പ്രാപിപ്പാനായിട്ട് ശ്രമിച്ചുകൊണ്ട് കർത്താവെ ഇന്നും യാത്ര തുടരുന്ന കർത്താവെ അതിഥി തൊഴിലാളികൾ ഞങ്ങൾ ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് ഇടപെടുന്ന പ്രവർത്തിക്കുമ്പോൾ ഞങ്ങളുടെ ഇടയിൽ കർത്താവെ ആരും പട്ടിണി കൊണ്ട് കർത്താവെ തളർന്നു വീണ് മരിക്കുവാനൊന്നും അവിടുന്ന് ഇടയാക്കാതെ കർത്താവെ അവിടുന്ന് പ്രവർത്തിക്കണമേ. സന്നദ്ധ സംഘടനക്കൂടെ കർത്താവെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കൂടൊക്കെ കർത്താവ് അതിനായിട്ട് അവിടുന്ന് ഒരുക്കണമേ. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ സുവിശേഷം ഘോഷിക്കപ്പെടുന്ന എല്ലാ ഇടങ്ങളിലും കർത്താവെ അതിനെ ഏറ്റെടുക്കുവാനായിട്ട് ജനങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ആ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് ബലപ്പെടുത്തണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയാൽ സാന്നിധ്യത്താൽ നിറയ്ക്കണം. ഞങ്ങളുടെ ഈ സഭയെ ഏൽപ്പിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ ദിവസങ്ങളിൽ 10ാം ക്ലാസ്, +1, +2 പരീക്ഷകൾ കർത്താവെ നടന്നു അനുഗ്രഹകരമായിട്ട് പൂർത്തീകരിക്കാനായിട്ട് അവിടുന്ന് ഇടയാക്കി. കർത്താവ് ആഴ്ചക്കാലം ഡിഗ്രി പരീക്ഷകളൊക്കെ ആരംഭിക്കുക. കർത്താവ് പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു പ്രാർത്ഥിക്കുന്നു. നല്ലവണ്ണം എഴുതുവാൻ, നല്ല വിജയം നേടുവാനായിട്ട് നിന്റെ മക്കളെ അവിടുന്ന് സഹായിക്കണം കർത്താവെ. അതുപോലെ തന്നെ 1-ാം തീയതി മുതൽ കർത്താവെ പുതിയ വിദ്യാഭ്യാസ വർഷം ആരംഭിക്കുകയാണ്. ഓൺലൈൻ ക്ലാസ്സസിൽ കൂടെ കർത്താവെ പഠനങ്ങൾ കർത്താവെ ആരംഭിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു. കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭാംഗങ്ങളായിട്ടുള്ള എല്ലാ അധ്യാപകരെ ഞങ്ങൾ തിരുക്കരങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവ് പ്രാർത്ഥിക്കുന്നു. ഓൺലൈൻ ക്ലാസ്സസുകളൊക്കെ നയിപ്പാൻ, നേതൃത്വം കൊടുക്കാനുള്ള കൃപ കർത്താവ് അവിടുന്ന് കൊടുക്കണം. കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളുകളിൽ പോകുവാൻ സാധിക്കുന്നില്ല എങ്കിൽ കർത്താവെ പഠനം അത് ഉല്ലാസകരമായിട്ട് പൂർണ്ണതയോടുകൂടെ കർത്താവെ ഇവിടെ ഭവനങ്ങൾ നിവർത്തിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണം. അതിനാവശ്യമായുള്ള കൃപയും ബുദ്ധിയും ജ്ഞാനവും വിവേകവും ഒക്കെ അവിടുന്ന് കൊടുക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ തന്നെ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവെ, ദമ്പതിമാരെ ഏൽപ്പിക്കുന്നു. കർത്താവെ, സാമ്പത്തിക പ്രയാസങ്ങൾക്കൂടെ ബാധ്യതകൾക്കൂടെ പോകുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ടുള്ളവരെ വീണ്ടും സമർപ്പിക്കുന്നു. എല്ലാവരുടെയും മേൽ അവിടുത്തെ കരം കൂടെ ഇരിക്കണം, വ്യാപരിക്കണം. അവിടുത്തെ വിടുതലും സൗഖ്യം നൽകണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. സകല ജ്ഞാനത്തിൻ്റെയും ഉറവയാകുന്ന ദൈവമേ, ഞങ്ങൾ ചോദിക്കുന്ന മുമ്പേ തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ നീ ഗ്രഹിച്ചിരിക്കുന്നു. ചോദിക്കുന്നില്ല, ഞങ്ങളുടെ അജ്ഞത നീ അറിയുന്നു. ഞങ്ങളുടെ അയോഗ്യത മൂലം പല കാര്യങ്ങളും നിന്നോട് ചോദിപ്പാൻ ഞങ്ങൾ തുനിയുന്നില്ല. ഞങ്ങളുടെ അന്ധത മൂലം പല ആവശ്യങ്ങളും തിരുമുമ്പാകെ സമർപ്പിപ്പാൻ കഴിയുന്നതുമില്ല. എന്നാൽ ഞങ്ങളുടെ ബലഹീനതകൾ മനസ്സിലുണ്ടായി ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യോഗ്യത മൂലം ഞങ്ങൾക്ക് തരുവാൻ ഇഷ്ടമുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും
നിങ്ങളെല്ലാവരും കൂടെ ഇരിക്കുമാറാകട്ടെ. ദാനാർപ്പണത്തിനായിട്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അപ്പോൾ ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും അവരെ അപ്പത്തിൽ അംശികൾ ആകുന്നുവല്ലോ. അപ്പിക്കും ഞാൻ കർത്താവിനും സമാധാനത്തിന്റെ അടയാളമായിട്ടുള്ള കൂപ്പുകൈ നിങ്ങൾക്ക് ഏവർക്കും നൽകുന്നു. ഞാൻ കീർത്തനം 230 പാടാം. ആ സമയത്ത് സ്തോത്ര കാഴ്ച സമർപ്പിക്കാം. പ്രത്യേകിച്ച് നിങ്ങൾ എല്ലാവരും ടെലി ചാനലിൽ കൂടെ പിറന്നാൾ വിവാഹ വാർഷികത്തിൻ്റെ കവറുകളൊക്കെ നൽകിയിട്ടുണ്ട്. അതിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ പ്രിയവത്തിന്റെ രക്തത്താൽ നിന്റെ കൃപാസനത്തിലേക്കുള്ള പുതുവഴിയെ പ്രദർശിച്ചിരിക്കുന്ന പരിശുദ്ധ പിതാവേ, അന്മുഖാന്തരം യോഗ്യരാ ഞങ്ങൾ നിങ്ങളിലേക്ക് അടുത്തു വരുന്നു. സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാം നിനക്കുള്ളതല്ലോ. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേയുള്ളൂ. ഞങ്ങളെയും ഞങ്ങളുടെ ഈ ദാനങ്ങളെയും നീ കൈക്കൊണ്ട് നിന്റെ മഹത്വത്തിനായി ഉപയോഗിക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നമുക്ക് മുട്ടുകളെ മടക്കി പ്രാർത്ഥിക്കാം. ശ്രേഷ്ഠമഹാപുരോഹിതനായുള്ളവേ, ശിഷ്യന്മാരുടെ നടുവിൽ സന്നിഹിതനായിരുന്നതുപോലെ ഞങ്ങളുടെ മധ്യത്തിൽ വന്ന് അപ്പുനോർക്കുന്നതിനെ തന്നെ ഞങ്ങൾ വെളിപ്പെടുത്തരണമെന്ന് പിതാവിനോടും പരിശുദ്ധാത്മാവോടും കൂടെ ഏകദേവമായ കാലാസ്വരങ്ങളാൽ ജീവിച്ചു വാഴുന്ന എന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവീൻ. നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ കർത്താവേ, സർവശക്തനായ പിതാവേ, നിത്യദൈവമേ, ഞങ്ങളെല്ലാ കാലങ്ങളും എല്ലാ സ്ഥലങ്ങളും നിനക്ക് സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും യുക്തവും ന്യായവും ഞങ്ങൾ ചെയ്യേണ്ടുന്ന മുറയും ആകുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം തന്നെ അവന്റെ വാഗ്ദത്ത പ്രകാരം പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് താണിറങ്ങി ശിഷ്യന്മാരെ ഉപദേശിപ്പാനും സകല സത്യത്തിലേക്കും അവരെ വഴി നടത്തുവാനും ഞങ്ങളുടെ മേൽ ഇരിക്കുകയും സകല ജാതികളോടും നിരന്തരമായി
സുവിശേഷം പ്രസംഗിപ്പാൻ അവർക്ക് ഭാഷാപരവും ഉജ്ജ്വല തീക്ഷ്ണതയോടുകൂടിയ ധൈര്യവും നൽകി. അതുകൊണ്ട് ദേവന്മാരോടും പ്രധാനന്മാരോടും സ്വർഗ്ഗത്തിലെ ഞങ്ങളെപ്പോഴും പരിശുദ്ധൻ 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 ആകാശവും നിർവഹിക്കുന്നു. മഹത്വം ചൊല്ലി നാമത്തെ പൂർത്തി മഹത്വപ്പെടുത്തുന്നു. വാഴ്ത്തപ്പെട്ടവനാവുന്നു. സ്തുതി. സ്വർഗസ്ഥ പിതാവേ, നീ സത്യമായ പരിശുദ്ധനാകുന്നു. നീ സത്യമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യവർഗത്തോടുള്ള നിന്റെ ആർദ്ര സ്നേഹം കൊണ്ട് നിന്റെ ഏകപുത്രനായ യേശു ക്രിസ്തുവിനെ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവത്തെ എടുപ്പാനും ഞങ്ങളുടെ വീണ്ടെടുപ്പിനായ കുരിശിന്മേൽ മരണം അനുഭവിപ്പാനും തന്നുവല്ലോ. അവനൊരിക്കലായി തന്നെ ഏക വഴിപാടായി അർപ്പിച്ചതിനാൽ സർവ്വലോകത്തിൻ്റെയും പാപങ്ങൾക്കായിട്ട് പൂർണ്ണമായി തികവായി മതിയാകുന്നയാകും വഴിപാടും പ്രതിശാന്തിയും തീർക്കുകയും താൻ വീണ്ടും വരുവോളം തന്റെ വിലയേറെ മരണത്തെക്കുറിച്ച് ഇടപെടാതെ ഓർമ്മയെ നിയമിക്കുകയും അതിനെപ്പോഴും ആചരിക്കണമെന്ന് അതിൻ്റെ വിശുദ്ധ സുവിശേഷത്തിൽ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. അവൻ താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ തന്നെ അപ്പം എടുത്തു സ്തോത്രം ചൊല്ലി അതിനെ നുറുക്കി തൻ്റെ ശിഷ്യന്മാർ കൊടുത്തു പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. അത്താഴം കഴിഞ്ഞതിന് ശേഷം അപ്രകാരം തന്നെ പാനപാത്രം എടുത്തു സ്തോത്രം ചൊല്ലി അവർ കൊടുത്തു പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ, എന്തെന്നാൽ നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായിട്ട് ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം ആകുന്നു. ഇതിനെ നിങ്ങൾ കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. അതുകൊണ്ട് പിതാവേ, ഞങ്ങളുടെ കർത്താവായ നിന്റെ പുത്രന്റെ വിലയേറിയ മരണത്തെയും കഷ്ടപ്പാടിന്റെയും അവന്റെ മഹത്വമുള്ള പുനരുത്ഥാനത്തെയും സ്വർഗാരോഹണത്തെയും ഓർത്തുകൊണ്ടും അവൽ നിന്ന് ഞങ്ങൾക്കായി സമ്പാദിച്ച പൂർണ്ണ വീണ്ടെടുപ്പിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്തുകൊണ്ടും അവൻ കൽപ്പിച്ച പ്രകാരം അവൻ വരുവോളം അവൻ്റെ ഓർമ്മയ്ക്കായി നിന്റെ ദാസരായ ഞങ്ങൾ ഇതിനെ ചെയ്യുന്നു. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തപ്പെടുത്തുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളെയും നിന്റെ ദാനങ്ങളായ അപ്പത്തെയും വീഞ്ഞിനെയും നിന്റെ പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിച്ച് ഞങ്ങൾ മുറിക്കുന്ന ഈ അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മ ഞങ്ങൾ വാഴ്ത്തുന്ന ഈ പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയാകേണ്ടതിന് കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. അങ്ങനെ അവൻ യോജിക്കപ്പെട്ട് ഞങ്ങളെല്ലാവരും വിശ്വാസത്തിന്റെ ഐക്യം പ്രാപിച്ച് ഞങ്ങളുടെ കർത്താവ് ആത്മശ്യാൻ തലയാതമെങ്കിലേക്ക് സകലത്തിലും വളരേണ്ടതിന് കൃപ നൽകണമേ. പരിമൂലമായ അവനോടുകൂടിയും പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ സർവശക്തനായ പിതാവേ, നിനക്ക് സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു ആജ്ഞാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരം നാം ധൈര്യത്തോടെ പ്രാർത്ഥിച്ച് ചൊല്ലുന്നു. രാജ്യം വരണമേ, നിന്റെ ഇഷ്ടത്തിലെ പോലെ ഭൂമിലാകണമേ. ഞങ്ങൾക്ക് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷപ്പെടുത്താതെ ദുഷ്ടമേ. രാജ്യവും ശക്തിയും മഹത്വവും നേരിട്ടുള്ളതാവുന്നു. കർത്തൃമേശയിലേക്ക് സമീപിക്കുന്ന നമുക്ക് ഹൃദയപൂർവ്വം താഴെ വരുന്നതാണുള്ള പ്രാർത്ഥന ഏറ്റുചൊല്ലാം. കരുണയുള്ള കർത്താവേ, ഞങ്ങൾ നിന്റെ പല വിധങ്ങളല്ലാതെ ശ്രമിച്ചുകൊണ്ട് നിന്റെ മേശയിലേക്ക് വരുവാൻ തുനിയുന്നില്ല. ഞാൻ നിന്റെ മേശയിൽ വീഴുന്നപ്പോലും ഭവിപ്പാൻ യോഗ്യതയല്ല. എന്നാലും നീ എപ്പോഴും കണ്ണു ചെയ്ത സ്വഭാവമുള്ള കർത്താവിനെ. അതുകൊണ്ട് കൃപയുള്ള കർത്താവേ, ഞങ്ങളുടെ പാപശരീരങ്ങളാൽ മാക്കളും നിന്റെ ഇഷ്ടപുത്രനായ യേശുക്രിസ്തുവിന്റെ തിരിക്കപ്പെടുവാൻ ഞങ്ങളെല്ലാം പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ മാംസത്തെ ഭക്ഷിക്കുകയും രക്തത്തെ കൊടുക്കുകയും ചെയ്യേണ്ടത് ഞങ്ങൾക്ക് കൃപ തരണമേ. നാം നുറുക്കുന്ന അയ്യപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? സമാധാനം നൽകണമേ.
ജീവന്റെ അപ്പമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരം, സത്യാമുന്തിരിപുള്ളിയായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം, വിശ്വാസത്തോടുകൂടെ നമുക്ക് കർത്തൃമേശയിലേക്ക് സമീപിക്കാം. പിതാപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യവും കാവലും കൂട്ടായ്മയും നിങ്ങളെല്ലാവരും കൂടെ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇപ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ രക്തത്തിൻ്റെയും സക്രമന്ത കൈക്കൊണ്ട നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒന്നാമത് സ്തോത്ര പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തനായ ദൈവമേ, സ്വർഗസ്വപിതാവേ, നിന്റെ മഹാബലേശ്വരക്കും ആത്മാത്മ്യാഹരണം ഞങ്ങളെ പുഷ്പിച്ച് ഞങ്ങൾക്ക് പാമോചനത്തിലേക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നു. നിന്റെ വിരാജപാലങ്ങളായ ഞങ്ങൾക്ക് സ്തോത്രം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ ഞങ്ങളെ തന്നെ ശരീരങ്ങളെ ആത്മാക്കളെയും ജീവിതവിശുദ്ധമാൻ ഞങ്ങൾ സമർപ്പിക്കുന്നു. അതാണല്ലോ ഞങ്ങളുടെ ഏറ്റവും വിധമായ രൂപാന്തരപ്പെടാൻ സഹായിക്കണമേ. അങ്ങനെ ഞങ്ങൾ ഭൂമിയിൽ നിന്നെ അനുസരിച്ച് ഒടുവിന്റെ സ്വർഗീയ രാജ്യത്തിൽ കൂടെ ജീവിച്ചു വാഴുന്നല്ലോ. നമ്മുടെ ദൈവത്തിനേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ഉണ്ടായിരിക്കട്ടെ. വിശ്വാസമുള്ള ഹൃദയങ്ങളിലേക്ക് ആശീർവാദത്തെ സ്വീകരിപ്പിൻ. സകല ബുദ്ധിയെയും കവിയുന്ന ആ ദൈവസമാധാനം ദൈവത്തെയും അനുപുത്രൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. ഇന്നത്തെ ആരാധനയിൽ സംബന്ധിച്ച എല്ലാവരുമുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഒരു മാസത്തിൻ്റെ അവസാന ഞായറാഴ്ചയിലേക്ക് നാം വന്നിരിക്കുന്നുവല്ലോ. ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും പുതിയ മാസത്തിലും അനുഭവിക്കാനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. സാഹചര്യങ്ങൾ വീണ്ടും പ്രശ്ന സങ്കുലിതമായി തീർന്നിരിക്കുന്നു. രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു. അതുകൊണ്ട് ദേവാലയം തുറന്ന ആരാധനകൾ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ച് നടത്തുവാൻ സാധിക്കുമോ എന്നുള്ളത് ഒരു സംശയമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നു. എങ്കിലും നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഇരിക്കാം. ഭവനങ്ങളിൽ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഒക്കെ നമുക്ക് ദൈവത്തെ ആരാധിക്കുന്ന സമൂഹമായി ഇപ്രകാരം ഓൺലൈനിൽ കൂടെ നമുക്ക് ഒക്കെ ശുശ്രൂഷകൾ പങ്കാളികളായിക്കൊണ്ടിരിക്കാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇന്നത്തെ ആരാധനയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും നൽകുന്നതായിട്ടുള്ള
പ്രിയമുള്ളവരുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഓർഗൻ വായിച്ച് നമ്മെ സഹായിക്കുന്ന ജിനു സാം ജോർജ്, പാട്ടുകൾ പാടി പാഠങ്ങൾ വായിച്ച് നമ്മളെ സഹായിച്ചത് അരുൺ ബി ഡേവിഡ്, ബിബറ്റോ ബെന്നി എന്നിവരുള്ള കൃത്യമായുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. ആരാധനയുടെ ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ബേബിച്ചാനുള്ള കൃത്യമായുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. 31 വരെയാണ് മാസവരി, അതുപോലെ തന്നെ ലേല തുകകൾ നൽകുവാനായുള്ള അവസാന തീയതി. ദയവായി നൽകുവാനുള്ളവർ ഈ ദിവസം തന്നെ നൽകി കുടിശ്ശികക്കാരല്ലാതെ മാറണം. 1-ാം തീയതിക്ക് ശേഷം വോട്ടേഴ്സ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതാണ്. 15-ാം തീയതിക്ക് മുമ്പായിട്ട് ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഏതെങ്കിലും തരത്തിൽ പരാതികളുണ്ടെങ്കിൽ രേഖാമൂലം നിങ്ങൾ അറിയിക്കേണ്ടതുമാണ്. അത് ദേവാലയത്തിൽ കടന്നു വരുവാനായിട്ട് സാധിക്കാത്തതുകൊണ്ട് വാട്സാപ്പിലും ഇടുന്നതാണ്. നിങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ജ്ഞാനകീർത്തനം 262 പാടി റിസപ്ഷന് വേണ്ടി ഒരുങ്ങാം. കീർത്തനം 262. ഇന്നത്തെ ആരാധനയിൽ അവിടുന്ന് കൂടെ ഇരുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. അങ്ങേ ആരാധിക്കാൻ മഹത്വപ്പെടുത്തുന്ന അവസരത്തിനായിട്ട് സ്തോത്രം. ഒരു മാസം അവസാനിക്കുന്ന കർത്താവേ, കഴിഞ്ഞൊരു മാസക്കാലം അവിടുന്ന് വല്ലഭനുമായിട്ട് കൂടെ ഇരുന്നു. ഒരു പുതിയ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വിദ്യാരംഭം ഒക്കെ കർത്താവേ നടക്കുന്നു. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാതെ ഭവനത്തിലിരുന്ന് പഠനം ആരംഭിക്കുന്നു. കർത്താവ് അധ്യാപകർ ഭവനത്തിലിരുന്നു കൊണ്ട് ക്ലാസ്സുകൾക്ക് നേതൃത്വം നൽകുന്നു. കർത്താവ് എല്ലാവരും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുത്തെ കൃപയും സാന്നിധ്യം കൂടിയിരിക്കുന്നു. പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ വീണ്ടും ഏൽപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കൃപയാൽ ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. രോഗികളായിരിക്കുന്നവരെ പ്രത്യേകം വീണ്ടും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ അത്ഭുതമാർന്ന സൗഖ്യത്തിൻ്റെ കരം എൻ്റെ മക്കളുടെ മേൽ നീട്ടി അവിടുന്ന് സൗഖ്യം പകരണം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം. കർത്താവ് നാമത്തിൽ തന്നെ. ആമേൻ.